ഉത്തർപ്രദേശിൽ എന്തുകൊണ്ടാണ് ക്രിസ്തവ കമ്മ്യൂണിറ്റിക്കെതിരെ ആക്രമണം കൂടുന്നത്? കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? അവിടെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെ ആക്രമണം നടത്തുന്നത് ബി.ജെ.പി. സ്പോൺസറാണോ? ബി.ജെ.പി. ആണോ ആക്രമണം നടത്തുന്നത്? എന്തുകൊണ്ടാണ് അവർ ഞാൻ ചോദിക്കുന്നത് അതിന്റെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കൂ. ബി.ജെ.പി. പാർട്ടിയിൽപ്പെട്ട നേതാക്കൾ 2023 ആകുമ്പോൾ 320 കടക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് ബി.ജെ.പി. ആണോ? ബി.ജെ.പി. ആണോ? അങ്ങനെയാണെങ്കിൽ കേരളം ഭരിക്കുന്നത് CPIM പിണറായി വിജയൻ സർക്കാരുമാണല്ലോ. എല്ലാ ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം ഈ സർക്കാരിനും CPIM-നുമാണോ? ആക്രമണം നടത്തുന്ന ക്രിമിനലുകളാണ് ആക്രമണം നടത്തുന്നത്, അല്ലാതെ പിണറായി വിജയനല്ല. ആദിവാസി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വിഭാഗങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം ഇവിടെ മധുവിനെ തല്ലിക്കൊന്നത് CPIM ആണോ പിണറായി വിജയൻ? അടുത്ത കേസ് പറയൂ. ഞാൻ ചോദിക്കട്ടെ, മധുവിനെ തല്ലിക്കൊന്നത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എടുത്തു പറയാം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കസ്റ്റഡി മർദ്ദനം ആദിവാസി ദളിത് കേരളത്തിലെ സർക്കാരല്ല, ആ മധുവിനെ തല്ലിക്കൊന്നവരാരും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ മാത്രമല്ല, അതിനകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ശരി, മധുവിന്റെ മരണം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തെ ദളിത് മരണം പറയൂ. അടുത്തത് വാളയാറിലെ പെൺകുട്ടികളുടെ മരണം. അല്ല, വാളയാറിലെ പെൺകുട്ടികളുടെ മരണം. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അവരുടെ രാഷ്ട്രീയ അതും പിണറായി വിജയൻ സർക്കാരാണ്. ജിഷ്ണു പ്രണോയ്, കസ്റ്റഡി മർദ്ദനങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, 7.5 വർഷത്തിനിടയിൽ എത്ര കസ്റ്റഡി കൊലപാതകങ്ങൾ ഉണ്ടായി? ദളിത് ആദിവാസി കസ്റ്റഡി കൊലപാതകങ്ങൾ അല്ലല്ല, കസ്റ്റഡി കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടവരെല്ലാവരും സമൂഹത്തിന്റെ പ്രധാന ശ്രേണിയിലിരിക്കുന്ന ആളുകളല്ല. അത് കേരളത്തിൽ നടക്കുന്നുണ്ട്. മതരാഷ്ട്രവാദം നോക്കൂ, മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് മതരാഷ്ട്രമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപനമൊന്നും ആവശ്യമില്ല. ഇന്ത്യ ഇന്നൊരു ജനാധിപത്യ രാജ്യം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. നാളെ അതൊരു മതരാഷ്ട്രമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷനെ ഒന്നുമല്ലാതാക്കി, CAG ഇല്ലാതാക്കി, ജുഡീഷ്യറിയെ അപ്രസക്തമാക്കി, പാർലമെൻറ്റിൽ പ്രതിപക്ഷമില്ലാതെയാണ് ഭരിക്കുന്നത്. സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുന്നില്ല ഗവർണർ. അങ്ങനെ നിരവധിയായിട്ട് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളൊക്കെ തന്നെ തല്ലിത്തകർത്തുകൊണ്ട് നാളെ ഇതൊരു മതരാഷ്ട്രമാകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് പോകുന്നത്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന വിധി അത് ഒരുപക്ഷെ കൃത്രിമമായി പോലും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ്. കാരണം ഈ സംവിധാനങ്ങളെയൊക്കെ തന്നെയും തകർത്ത ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്രിമമായ ജനവിധി പോലും സൃഷ്ടിക്കാൻ കഴിയുന്ന സർക്കാരാണ് നിലനിൽക്കുന്നത് എന്ന് എനിക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയക്കുന്നു ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറാൻ പോകും. കൃത്രിമമായി സൃഷ്ടിക്കുമെന്നുള്ളതിന് എൻ്റെ മുന്നിൽ തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട് യോജിക്കുന്നില്ലെങ്കിലും മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയം എങ്ങനെയുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരണഘടനയിൽ നിന്ന് സെക്യുലറിസം എന്ന വാക്ക് എടുത്തു മാറ്റണമെന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയാണ്. സെക്യുലറിസം എന്ന വാക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണഘടനയുടെ കോപ്പി നൽകിയതാരാണ്? അതും ഇതേ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ ഇതേ പാർട്ടിയുടെ പ്രതിനിധികളാണ്. അപ്പോൾ സെക്യുലറിസം എന്നുള്ളത് ആ വാക്കിനോട് പോലും അയിത്തം കൽപ്പിക്കുന്ന ഒരു പാർട്ടി മതരാഷ്ട്രവാദത്തെയാണ് പിന്തുണയ്ക്കുന്നത് എന്നത് സാധാരണ ലോജിക്കിലേക്ക് നമുക്കെത്താം. അതിന് പ്രത്യേകിച്ച് വലിയ ആഴത്തുള്ള പഠനത്തിനൊന്നും ആവശ്യമില്ല. മാത്രമല്ല, കൾച്ചറൽ നാഷണലിസമാണ് ആ പാർട്ടിയുടെ ഐഡിയോളജി. എന്താണ് കൾച്ചറൽ നാഷണലിസം? ആ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത് നിലവിൽ ഹിന്ദുത്വ എന്ന പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് വീർ സവർക്കർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സവർക്കറുടെ ആശയത്തിൽ നിന്ന് പോലും അത് നമുക്ക് കൃത്യമായി വേർതിരിച്ചെടുത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ, അധികാരത്തിൻ്റെ തലപ്പത്ത് അശോക സ്തംഭത്തിനോടൊപ്പം തന്നെ ചെങ്കോൽ പ്രതിഷ്ഠിക്കാമെങ്കിൽ, അതുതന്നെ അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും ദീപം തെളിയിക്കണം എന്നൊരു പ്രധാനമന്ത്രിക്ക് പറയാമെങ്കിൽ, അതൊക്കെ ഒരു മതരാഷ്ട്രത്തിൻ്റെ സൂചനയാണ്. സുജയ, ഓക്കെ, LK അദ്വാനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഹിന്ദു രാജ്യം തന്നെയാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ നാളെ ഒരു പ്രഖ്യാപനമൊന്നും ആവശ്യമില്ലെന്നേ, അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ മതി. അതിനകത്ത് കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ഇതിനകം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൗരത്വ ബില്ലെന്ന് പറയുന്നത് എന്താ? ഒരു സമുദായത്തിന് മാത്രം ഒരു ഒന്നാം നിര പൗരത്വവും മറ്റുള്ളവർക്ക് രണ്ടാം നിര പൗരത്വവും എന്നുള്ളതാണ്. ആ നിലയിലേക്ക് രാജ്യം ബില്ലുകൾ പാസ്സാക്കി. ഒരു കാര്യം സുജയിലേക്ക് വരും, ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ സുജയ. പിതൃരാജ്യത്തെക്കുറിച്ചാണ് സവർക്കർ പറയുന്നത്. എന്താണ് ഹോളി ലാൻഡും പിതൃലാൻഡും തമ്മിലുള്ള വ്യത്യാസം? പുണ്യഭൂമിയും പിതൃലാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പിതൃലാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സിറ്റിസൺഷിപ്പാണ് അവിടെ ബാധകമാവുക. ഹോളി ലാൻഡ് എന്ന് പറയുന്നതോടുകൂടി അതിന് നിങ്ങൾ ആത്മീയമായ പരിവേഷം കൊടുക്കുകയാണ്. ഒരു പിതൃരാജ്യമായി മാറ്റണം എന്നുള്ളതാണ്.
ഹോളി ലാൻഡായി മാറ്റണം എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാനമായി മതരാഷ്ട്രത്തിന്റെ നിർവചനം എന്നുള്ളത്, സവർക്കർ കൊടുക്കുന്ന നിർവചനം. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ആർഗ്യുമെന്റ്. ഓക്കെ, ഇതിൽ മുമ്പ് നടത്തിയ ആർഗ്യുമെന്റിന്റെ അതിന്റെ നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്ത് തന്നെ പോകണമല്ലോ. 2023 സെപ്റ്റംബർ 19 ഈ ഭരണഘടനയുടെ കോപ്പികൾ വിതരണം ചെയ്തതിൽ പ്രതിപക്ഷം ഉന്നയിച്ച താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ വിവാദം ഉയർന്നു വരുന്നത്. അതിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ MP-മാർക്ക് വിതരണം ചെയ്ത ഇംഗ്ലീഷ് കോപ്പീസിൽ ഈ 2 വാക്കുകളും ഇല്ലാത്ത കോപ്പികളാണ് വിതരണം ചെയ്തത് എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ ഇത് ഭരണഘടനയ്ക്ക് മേലുള്ള ആക്രമണമാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. അതിന് കൃത്യമായ മറുപടി പാർലമെന്റിനുള്ളിൽ തന്നെ നിയമമന്ത്രി അർജുൻ മേഘ്വാൾ നൽകിയിട്ടുണ്ട്. ആ മറുപടിയെ കുറിച്ച് താങ്കൾ പറയില്ല എന്നുള്ളതാണ് ആ സത്യം തമസ്കരിക്കുന്നു എന്നത്. പറയട്ടെ, ആ പഴയ കോപ്പി തന്നെയാണ് കൊടുത്തത്. അതായത് the copies featured the original version of the preamble of the constitution. When the constitution came into being, it did not have the word socialist secular. ഈ 2 വാക്കുകളും ഉൾപ്പെടുത്തിയത് 1976 എന്ന് അറിയാത്ത ആളല്ല ഡോക്ടർ അരുൺകുമാർ. പക്ഷെ അതേക്കുറിച്ച് അതായത് ഈ 76 ശേഷം ഭരണഘടനാ ഭേദഗതിയിൽ ഇന്റഗ്രിറ്റി എന്ന വാക്കും കൂടി കൂട്ടിച്ചേർത്തു. ഒരു നിമിഷം കേൾക്കൂ. ആ 76 ശേഷമുള്ള ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലേ ഇപ്പോഴുള്ള ഭരണഘടനയുടെ പ്രിയാമ്പിൾ? അതെ, അവിടെ വിതരണം ചെയ്തതിലെ പാകപ്പിഴയെ കുറിച്ച് കൃത്യമായി നിയമമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ എടുത്തു മാറ്റിയതൊന്നുമല്ല. ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടത് BJP അല്ലേ? സെക്യുലറിസം എന്ന വാക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത് ആരാണ്? മാറ്റി എന്ന് പറയുന്നത് ആ ഭരണഘടനയുടെ പഴയ കോപ്പി നിങ്ങൾ എന്തിനു വിതരണം ചെയ്യണം സർ? നോക്കൂ, അടിസ്ഥാനപരമായി മൗലിക തത്വങ്ങൾ എടുത്തു മാറ്റാൻ ഇപ്പോൾ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബേസിക് നേച്ചർ ആയതുകൊണ്ടാണ്. അത് അടിസ്ഥാനമായി ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ്, അടിസ്ഥാന സ്വഭാവമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ജുഡീഷ്യറിയെ കൊണ്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സ്വാഭാവികമായും അമെൻഡ് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ലെന്നേ, എനിക്കൊരു സംശയമില്ലെന്നേ. ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ നോക്കിക്കോളൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ. Meet the editors.